വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. ഇബാദുർ റഹ്മാനിന്റെ ആളുകൾ, പടച്ച റബ്ബിന്റെ പ്രിയപ്പെട്ട അടിമകൾ, അവർ അല്ലാഹുവേ ഞങ്ങളെ നീ നരക ശിക്ഷയിൽ നിന്നും, ഭയാനകരമായ പീഡിപ്പെടുത്തുന്ന ഭീതിജനകമായ ആ നരകത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കും അവരെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഈ ലോകത്തേക്ക് ജനിച്ചു വീണ ആരുണ്ടോ അവരെല്ലാം സഹോദരന്മാരെ ഈ ലോകത്തോട് വിട പറയുക തന്നെ ചെയ്യും. നേരെ അല്ലാഹു തആല പറയുകയാണ് ആയത്തിന്റെ ബാക്കിയായിക്കൊണ്ട്, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആരാണോ നരകത്തിൽ നകറ്റപ്പെട്ട് വഉദ്ഖിലൽ ജന്ന സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത്, ഫഖദ് ഫാസ്, അപ്പോൾ അവനാകുന്നു യഥാർത്ഥ വിജയി. എന്താണ് സഹോദരന്മാരെ വിജയം? SSLCയിൽ ഫുൾ എ പ്ലസ് നേടലാണോ? അല്ലെങ്കിൽ +2 മറ്റു ദുനിയാവിലെ ഏതെങ്കിലും ഡിഗ്രികളും PhDകളും കരസ്ഥമാക്കലാണോ? ഒന്നുമല്ല വിജയം, ഒന്നുമല്ല വിജയം. എന്താണ് വിജയം? ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, ആരാണോ നരകത്തിൽ നകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത്, ഫഖദ് ഫാസ്, അപ്പോൾ അവനാകുന്നു യഥാർത്ഥ വിജയി. അതുകൊണ്ട് സഹോദരന്മാരെ, ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും ഏതൊരു തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വേളയിലും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, പടച്ച റബ്ബേ ആ ഭയാനകരമായ നരകത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ, ആ സുന്ദരമായ ആ സ്വർഗം നൽകണമേ എന്ന ചിന്തയായിരിക്കണം സഹോദരന്മാരെ. ആ നരകത്തിന്റെ പേരുകൾ ഉണ്ടല്ലോ, അതുപോലും നമ്മളൊന്ന് പരിശോധിച്ചാൽ അതിന്റെ ഭയാനകത നമുക്ക് ബോധ്യപ്പെടും. നരകത്തിന്റെ ഒരു പേരെന്താണെന്നറിയോ? അത് ലദ എന്നാണ്. എന്താ ലദ എന്ന് പറഞ്ഞാൽ? അല്ലാഹു തആല പറയാണ്, കല്ലാ ഇന്നഹാ ലദ നസ്സാഅത്തൽ ലിശ്ശവാ. കല്ലാ ഇന്നഹാ ലദ, സംശയം വേണ്ട, തീർച്ചയായും അത് ലദ, അത് ആളിക്കത്തുന്ന നരകമാകുന്നു. നസ്സാഅത്തൽ ലിശ്ശവാ, തലയുടെ തൊലി ഉരിച്ചു കളയുന്ന അഗ്നിയാകുന്നു ആ നരകം. തലയുടെ തൊലി ഉരിച്ചു കളയുന്ന അഗ്നിയാകുന്നു ആ നരകം. അതാണ് സഹോദരന്മാരെ ലദ എന്ന് പറഞ്ഞാൽ. മറ്റൊരു പേരെന്താ നരകത്തിന്റെ? അത് സഖർ എന്നാണ്. എന്താ സഖർ എന്ന് പറഞ്ഞാല്? ഒന്നും വിടാതെ എല്ലാം നശിപ്പിച്ച് കളയുന്നതാണ്. മുഖം നിരത്ത് കുത്തിയ നിലയിൽ അവരെന്തെയും നരകാഗ്നിയിലൂടെ വലിച്ചെടുക്കപ്പെടുന്ന ദിവസം അവരോട് പറയും, നിങ്ങൾ സഖറിന്റെ നരകത്തിന്റെ സ്പർശനം അനുഭവിച്ചു കൊള്ളൂ എന്ന് അവരോട് പറയുന്ന സഖർ, അവരെ നരകത്തിലേക്ക് അവനെ സഖറിലിട്ട് എരിക്കുന്നതാണ്. വമാ അദ്റാക മാ സഖർ, എന്താണ് സഖർ എന്നാൽ നിനക്കറിയുമോ? ലാ തുബ്ഖി വലാ തദർ, ഒന്നും ബാക്കിയാക്കുകയില്ല, ഒന്നും വിട്ടേച്ചു പോകാത്തതാണ് ആ നരകം. ലവാഹത്തുൽ ലിൽ ബശർ, മനുഷ്യന്റെ തൊലി കളച്ച് രൂപം മാറ്റി കളയുന്നതാണ് ആ നരകം. അലൈഹാ 19 കാവൽക്കാരായ മലക്കുകൾ ആ നരകത്തിനുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നരകക്കാരോട് ചോദിക്കുമെന്നാണ്, മാ സലക്കക്കും ഫീ സഖർ, മാ സലക്കക്കും ഫീ സഖർ, എന്തേ നിങ്ങൾ ഈ നരകത്തിൽ എത്തിയത്? അപ്പോൾ അവർ പറയുകയാണ്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നില്ല, ഞങ്ങൾ പാവപ്പെട്ടവർക്ക്, അഗതികൾക്ക്, അനാഥർക്ക് ഭക്ഷണം നൽകുന്നവരായിരുന്നില്ല, പരലോക ദിവസത്തെ ഞങ്ങൾ കളിയാക്കി, ഞങ്ങൾ ഈ ദുനിയാവിൽ എങ്ങനെ ആഹ്ലാദിച്ചു മാർമാദിച്ച് ഞങ്ങളെ ജീവിതം കഴിച്ചുകൂട്ടി, പരലോകത്തെ ഞങ്ങൾ കളവാക്കിയെന്ന് സഖറിൽ നരകത്തിൽ കടന്ന് വിലപിക്കുന്നവർ പറയുമെന്ന് അള്ളാന്റെ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അതുകൊണ്ട് സഹോദരികളെ, നമ്മളൊരാളും ആ നരകത്തിൽ പെട്ടുപോകാൻ പറ്റുകയില്ല. നരകത്തിന് മറ്റൊരു പേരെന്താ? അത് ദാറുൽ ബവാർ എന്നാണ്. എന്താ ദാറുൽ ബവാർ എന്ന് പറഞ്ഞാല്? നശിക്കുക, നഷ്ടപ്പെടുക, മോശമാകുക എന്നൊക്കെയാണ് ദാറുൽ ബവാർ എന്ന് പറഞ്ഞാൽ അർത്ഥം. അലം തറ ഇലല്ലദീന ബദ്ദലൂ നിഅമതല്ലാഹി കുഫ്റാ വഅഹല്ലൂ ഖൗമഹും ദാറൽ ബവാർ ജഹന്നമ യസ്ലൗനഹാ വബിസൽ ഖറാർ. പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ധിക്കരിച്ചുകൊണ്ട് തിന്മകളിലും തോന്നിവാസങ്ങളിലും ഒഴുകിയ വ്യക്തികൾ, അവരെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ഖുർആൻ പറയുകയാണ് കേട്ടോ, അവരെ ദാറുൽ ബവാറിൽ കൊണ്ടുപോയിടുന്ന ജഹന്നമ യസ്ലൗനഹാ വബിസൽ ഖറാർ. ആ നരകത്തെ, ആ ദാറുൽ ബവാറിൽ എന്ത് ചെയ്യുന്നവരോ, അവരെങ്ങനെ കടന്ന് കത്തിയെരിയും. അതെത്ര മോശമായ സങ്കേതമെന്ന് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുക. അതാണ് നരകത്തിന്റെ പേരുകൾ. ആ നരകത്തിൽ ചെല്ലുന്ന ഒരു വ്യക്തി, അവർക്ക് ലഭിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന പാനീയത്തെക്കുറിച്ച്,
ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നരകത്തിൽ ലഭിക്കുന്ന ഒരു ഭക്ഷണം എന്താണെന്ന് അത് ദരീഅ ആണ്. എന്താ ദരീഅ എന്ന് പറഞ്ഞാൽ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ ലാ യസ്മിനു വലാ യുഗ്നി മിൻ ജൂ'. മരുഭൂമിയിലൊക്കെ കാണപ്പെടുന്ന ഒരു കള്ളിമുൾ ചെടിയാണ് ദരീഅ എന്ന് പറഞ്ഞാൽ. അതങ്ങോട്ട് കഴിച്ചാൽ അവർക്ക് ദരീഅ അല്ലാതെ മറ്റൊരു ഭക്ഷണം അല്ല എന്നാ. ലാ യസ്മിനു വലാ യുഗ്നി മിൻ ജൂ'. അത് കഴിച്ചാൽ അവർക്ക് എന്ത് ചെയ്യില്ല, അവരുടെ വിശപ്പ് മാറൂല, അവർക്ക് പോഷകം ലഭിക്കൂല. അതാണ് ഒരു ഭക്ഷണം. മറ്റൊരു ഭക്ഷണം എന്താ? അത് സഖൂമാണ്. ഇന്ന ശജറത സഖൂം തുആമുൽ അസീം കൽമുഹൽ യഗ്ലി ഫിൽ ബുതൂൻ കഗല്ലിൽ ഹമീം. സഖൂം എന്ന വൃക്ഷമാണ്. അതെന്താണ്? അത് പാപിയുടെ നരകത്തിലുള്ള ആഹാരം. തുആമുൽ അസീം, കുറ്റവാളിയുടെ തിന്മകളൊക്കെ ചെയ്ത് പടച്ച റബ്ബിന്റെ താക്കീതുകൾ മറന്ന് തിന്മകളിലും തോന്നിവാസങ്ങളിലും മുഴുകി കുളിച്ച വ്യക്തികൾ അവർ നരകത്തിൽ എത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഭക്ഷണം സഖൂം. ഒരു പ്രവാചകന്റെ നമുക്ക് ഓതി ഖുർആന്റെ ആയത്തായിക്കൊണ്ട് കൽമുഹൽ യഗ്ലി ഫിൽ ബുതൂൻ കഗല്ലിൽ ഹമീം. ഈ ലോഹം ഉണ്ടല്ലോ ഇരുമ്പിന്റെ, അതിങ്ങനെ വെന്തുരുകണത് പോലെ എന്ത് ചെയ്യുന്ന അറിയോ? ആ സഖൂം എന്ന ഭക്ഷണം കഴിച്ചാല് അവന്റെ വയറ്റിൽ കിടന്നിങ്ങനെ വെന്തുരുകുന്ന, അതാണ് സഹോദരന്മാരെ സഖൂം. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയാണ് ഗിസ്ലീൻ. നരകത്തിലെ മറ്റൊരു ഭക്ഷണമാണ് പാനീയമാണ് ഗിസ്ലീൻ എന്ന് പറഞ്ഞാൽ. നരകത്തിലുള്ള മോശപ്പെട്ട ആൾക്കാർ അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചലവും ചോരയും നീരും. വിശുദ്ധ ഖുർആൻ പറയാണ് ഫലൈസ ലഹുൽ യൗമ ഹാഉനാ ഹമീം വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ ലാ യഅകുലുഹു ഇല്ലൽ ഖാത്തിഊൻ. ഫലൈസ ലഹുൽ യൗമ ഹാഉനാ ഹമീം. ഇന്നവർക്ക് എന്തില്ലേ നരകത്തിൽ ഒരൊറ്റ ബന്ധുക്കാരും ഇല്ല. വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ. ഗിസ്ലീൻ അല്ലാതെ അവർക്ക് എന്തില്ല, മറ്റൊരു ആഹാരവുമില്ല. അതെന്താണ്? ലാ യഅകുലുഹു ഇല്ലൽ ഖാത്തിഊൻ. തെറ്റുകാരല്ലാതെ മറ്റൊരാളും ആ ഗിസ്ലീൻ ഭക്ഷിക്കുകയില്ല. ജലവും ചോരയും നീരും ഉള്ളത്. അള്ളാന്റെ ഖുർആൻ വീണ്ടും പറയാ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഭക്ഷണമാണ് ഹമീം എന്ന് പറഞ്ഞാല്. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. ഏറ്റവും കഠിന ചൂടുള്ള വെള്ളമാണ് എന്ത്? ഹമീം എന്ന് പറഞ്ഞാല്. ആ ഹമീമിന്റെ പാനീയമാണ് അവർക്ക് നരകത്തിൽ ലഭിക്കുക. പ്രവാചകൻ വീണ്ടും പറയാം തീനത്തുൽ ഖബാല് കുടിപ്പിക്കുന്ന നരകത്തിൽ ചില ആൾക്കാര്. അള്ളാന്റെ റസൂല് പറയാണ് അല്ലാഹു തആല ഇതാ വാഗ്ദാനം ചെയ്തിരിക്കുന്നു, സത്യം ചെയ്തിരിക്കുന്നു. ലിമൻ യശ്രിബുൽ മുസ്കിറ അൻ യസ്ഖിഹു മിൻ തീനത്തിൽ ഖബാൽ. ആരെങ്കിലും ലഹരി ഉപയോഗിച്ചാലേ അത് നിറം മാറി ചേല മാറി കോല മാറി വന്നിട്ട് ആ ലഹരി ഒരു വ്യക്തി ഉപയോഗിച്ചാൽ അൻ യസ്ഖിഹു മിൻ തീനത്തിൽ ഖബാൽ, അവൻ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ് അറഖു അഹ്ലിൻ നാർ ഔ ഉസാറതു അഹ്ലിൻ നാർ. നരകത്തിലെ വ്യക്തികളുടെ ചലവും ചോരയും നീരുമാണ് തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ. ദുനിയാവിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ പരലോകത്ത് വെച്ച് അതുണ്ടാകുന്ന നരകത്തിൽ ലഭിക്കുന്ന വസ്ത്രത്തിന്റെ കോലം എന്താണെന്നറിയോ? ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. പടച്ച റബ്ബിനെ ധിക്കരിച്ചവർക്ക് ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, തീ കൊണ്ടുള്ള ഒരു വസ്ത്രം ധരിപ്പിക്കുന്ന അവരെ. തീ കൊണ്ടുള്ള വസ്ത്രം അതാ നരകത്തിലുള്ളത്. മറ്റൊരു ആയത്തിൽ പ്രവാചകൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വുജൂഹും നാർ. ടാറ് കൊണ്ടുള്ള വസ്ത്രം അത് നൽകുന്ന അവർക്ക്. നമ്മുടെ നാട്ടിലൊക്കെ റോഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ടാറ് എന്ന് പറഞ്ഞാൽ. ആ ടാറ് കൊണ്ടുള്ള വസ്ത്രമാണ് നരകത്തിലെത്തുന്നവർക്കുള്ളത്. അള്ളാന്റെ ഖുർആനാ. സഹോദരന്മാരെ, അതുകൊണ്ട് അത്തരം തിന്മകളൊന്നും അത്തരം ശിക്ഷകളൊന്നും താങ്ങാനേ നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ടും കഴിയില്ല. ദുനിയാവിൽ നൈമിഷികമായ ആസ്വാദനങ്ങൾക്ക് വേണ്ടി പല തിന്മകളിലേക്കും പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കേണ്ട ചിന്തയത് ഈ തിന്മ ചെയ്താൽ നാളെ പരലോകത്തെ ആ നരകത്തിൽ പോയി കിടക്കേണ്ടി വരും. ആ നരകത്തിലെ വിറക് പോലും എന്താ സഹോദരന്മാരെ? വഖൂദുഹന്നാസു വൽ ഹിജാറ. കല്ലും മനുഷ്യരുമാണ് ആ നരകത്തിലെ വിറക്. നാട്ടിലൊക്കെ എന്തുകൊണ്ടാ അടുപ്പുണ്ടാക്കുക? കല്ലുകൊണ്ടാ. ആ കല്ല് കത്തുന്ന തീയാണ് സഹോദരന്മാരെ നരകത്തിലെത്തി. നമ്മളൊക്കെ ഭയങ്കര ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഹദീസിൽ പ്രവാചകൻ പറയുന്നുണ്ട് നരകം അള്ളാഹിനോട് പരാതി പറഞ്ഞു എന്നാ, അള്ളാഹുവേ എന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗത്തെ തിന്നാണ്. അപ്പൊ അള്ളാഹു തആല നരകത്തിന് രണ്ട് നിശ്വാസം വിടാൻ അനുമതി നൽകിയെന്ന. അത് കൊടും ചൂടുള്ള സമയത്തും കൊടും തണുപ്പിലെ സമയത്തുമാണ് നരകം രണ്ട് ശ്വാസം വിടുന്നത്. ആ നരകം വിടുന്ന ശ്വാസത്തിന്റെ ചൂടാ നമ്മളൊക്കെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ എത്ര ചൂടുണ്ട്. ഈ പള്ളിയിൽ AC ഉണ്ടായിട്ട് പോലും നമ്മളൊക്കെ വിയർക്കുക. പുറത്തുനിന്ന് നമുക്ക് ഈ നേരത്തെ ഇറങ്ങി നിൽക്കാൻ പറ്റണില്ല. നരകത്തിന്റെ വെറും നിശ്വാസത്തിന്റെ ചൂടാണത്. അപ്പൊ അത് ആ നിശ്വാസം പോലും അത്ര ചൂടുണ്ടെങ്കിൽ നരകത്തിന് എത്ര ചൂടുണ്ടായിരിക്കും സഹോദരന്മാരെ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തിന്മകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സ് പിടിച്ചു കഴിക്കുന്ന ചിന്തയാണിത്.
അള്ളാന്റെ പ്രവാചകൻ വീണ്ടും പഠിപ്പിക്കാൻ നമ്മളെ, നാറുക്കും ജുസ്ഉം മിൻ സബഈന ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങൾ ഈ ലോകത്തെ തീ ഉണ്ടല്ലോ, അത് നരകത്തിലെ തീയിന്റെ 70 അംശം മാത്ര. സഹാബത്ത് യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയ, അള്ളാന്റെ റസൂലേ, ഒരു മനുഷ്യനെ കരിച്ചു കളയാൻ ആ ഒരു അംശം തീ തന്നെ ധാരാളമല്ലേ? പ്രവാചകൻ പറയാണ്, അതിന്റെ 69 ഇരട്ടി അധികം തീ നരകത്തിൽ പരലോകത്തുണ്ടാകുന്ന. നമ്മൾ ആലോചിച്ച് നോക്കി, അതൊക്കെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? ഒരിക്കലുമില്ല സഹോദരന്മാരെ. വീണ്ടും പ്രവാചകൻ പറയാണ്, ആ നരകത്തിലെത്തുന്ന വ്യക്തിയുടെ ശരീരത്തിന്റെ ആകൃതിയെക്കുറിച്ച്, ശരീരത്തിന്റെ രൂപത്തെക്കുറിച്ച്, നരകത്തിലൊരു വ്യക്തി ഉണ്ടല്ലോ, അവരുടെ ശരീരത്തിന്റെ തൊലിന്റെ നീളം എത്രയെന്നറിയോ? 42 മുഴ. അള്ളാന്റെ റസൂലിന്റെ ഹദീസ. 42 മുഴം നീളമുണ്ട് ആർക്ക്? നരകത്തിൽ കത്തിയെരിയുന്ന അവിശ്വാസിയുടെ, വിശ്വാസിയുടെ തൊലിന്റെ നീളം. അവന്റെ പല്ല് അത് ഉഹദ് മലയോളം വലുപ്പുണ്ട് എന്ന. അവന്റെ ഇരിപ്പിടം അത് മക്കക്കും മദീനക്കും ഇടയിലുള്ള വഴി ദൂരം ഉണ്ട് എന്ന. ഇരിപ്പിടം മക്കക്കും മദീനക്കും ഇടയിലുള്ള വഴി ദൂരം. പല്ല് ഉഹദ് മലയോളം വലുപ്പം, തൊലിയുടെ നീളം 42 മുഴ. അത്രക്ക് വിരൂപിയായിരിക്കും ആരും? നരകത്തിൽ കിടക്കുന്ന ഒരു വ്യക്തി. അല്ലാഹുവിന്റെ ഖുർആൻ പറയാട്ടോ, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. പടച്ചറബിന്റെ ആയത്തുകൾ ധിക്കരിച്ചവർ നരകത്തിൽ ഇങ്ങനെ കത്തിയിരിക്കുന്ന ആ സമയത്ത്, കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. 42 മുഴം നീളമുള്ള തൊലി ഉണ്ടല്ലോ, ഇതിങ്ങനെ കത്തിരിഞ്ഞു വരുന്ന സമയത്ത് അള്ളാഹ് അടുത്ത തൊലി കൊടുക്കുന്ന. എന്തിന്? ലിയദൂഖുൽ അദാബ്, ആ ഒരു വേദന അനുഭവിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ സഹോദരന്മാരെ ഇല്ല, അതിന്റെ വലിപ്പത്തെ കുറിച്ച് പ്രവാചകൻ പറയാ, ആ നരകത്ത് കൊണ്ടുവരുന്ന 70,000 കണ്ണിയുള്ള ചങ്ങലകളിൽ, ഓരോ ചങ്ങലകളിലും സഹോദരന്മാരെ 70,000 മലക്കുകൾ ഉണ്ടായിരിക്കുന്ന. 70,000 കണ്ണിയുള്ള ചങ്ങലകളിലെ ഓരോ കണ്ണിയിലും 70,000 മലക്കുകളും വെച്ചിട്ട് ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുമെന്ന് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിക്കുക. എത്ര വലിപ്പുണ്ടായിരിക്കും ആ നരകത്തിന്? നമ്മൾ ആലോചിക്കുക. നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ പോലും എന്താ സഹോദരന്മാരെ? ഒരു ജോഡി ചെരുപ്പ. ആ ചെരുപ്പങ്ങോട്ട് ധരിച്ചാലേ അവന്റെ തലച്ചോറ് വെന്തുരുകുന്ന ചെറിയ ശിക്ഷ പോലും ഒരു ജോഡി ചെരുപ്പ് അത് ധരിച്ചാൽ തലച്ചോറ് വെന്തുരുക, താങ്ങാൻ പറ്റൂല. അതുകൊണ്ട് മനസ്സിനെയും തിന്മകളിലേക്ക് പോകാൻ മന്ത്രിക്കുന്നുണ്ടോ? ഒറ്റക്കാകുമ്പോൾ സ്വകാര്യതകളിൽ അശ്ലീലതകൾ പരതാൻ മനസ്സ് മന്ത്രിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത്തരം പല തിന്മകളിലേക്കും പോകാൻ മനസ്സ് വെമ്പലിക്കൊള്ളുന്നുണ്ടോ? ആലോചിക്ക സഹോദരന്മാരെ. കേവലം നൈമിഷികമായ ആസ്വാദനങ്ങൾ മാത്രമേ അത്തരം എല്ലാ തിന്മകളും നമുക്ക് നൽകുകയുള്ളൂ. പക്ഷെ പരലോകത്ത് നമുക്ക് സഹിക്കാനുള്ളത് ഈ നൈമിഷികമായ ആസ്വാദനത്തിന് പകരം അവിടെ അനുഭവിക്കുവാനുള്ളത് ഘോരമായ ഭയാനകരമായ നരകമായിരിക്കുമെന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കേണ്ടതുണ്ട്. നിസ്കരിക്കാൻ സുബൈക്ക് പള്ളിക്ക് എണീക്കാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ ഒരു ഖുർആനൊന്നും ഓതാൻ പറ്റുന്നില്ലേ? നമ്മൾ ആലോചിക്കും, ആ നരകത്തിലൊക്കെ പോയി കിടക്കേണ്ടി വരുമെന്ന്. അല്ലാഹു നമ്മൾ ഏവരെയും ആ നരകത്തിൽ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിന്റെ യഥാർത്ഥ ഭയാനകത നമുക്ക് ആർക്കും പൂർണ്ണമായിട്ട് അറിയില്ല. അതെങ്ങാനും അറിയുമായിരുന്നെങ്കിൽ നമ്മളൊന്നും എന്ത് ചെയ്യില്ലായിരുന്നു, ചിരിക്കില്ലായിരുന്നു, എല്ലാ സമയത്തും കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. സഹോദരന്മാരെ, ഈ ഭയാനകരമായ നരകം, ഈ നരകത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാരെ കുറിച്ച് അള്ളാന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, പ്രവാചകൻ ഹദീസുകളും. ആരാ നരകത്തിൽ ഉണ്ടാവുക? ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിർക്കുള്ള ആൾക്കാരാ. അവർ കാലാകാലം നരകത്തിലായിരിക്കുന്നു എന്നാ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന എന്നാ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവൻ അള്ളാഹു തആല സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു എന്നാ. ശിർക്ക് ചെയ്താലേ സ്വർഗം ഹറാമാ. നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കണം സഹോദരന്മാരെ. ശിർക്കിന്റെ ഒരു അംശം പോലെ, ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പറ്റൂല. ഉണ്ടോ, ആ നരകത്ത് പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് അത് പല നിലക്കും പല കോലത്തിലും വന്നേക്കാം. ഉണ്ടാവരുത് സഹോദരന്മാരെ. ശിർക്കിൽ നിന്ന് നമ്മൾ ഏവരും എന്ത് ചെയ്യണം? പൂർണ്ണമായി മുക്തമായിരിക്കേണ്ടത്. മറ്റൊന്ന് മുനാഫിക്കായ ആൾക്കാരുണ്ടാവും നരകത്തിൽ. ആരാ മുനാഫിഖ്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ എന്ന. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും ആര്? മുനാഫിക്കായ ആളുകളുണ്ടാവും. ആരാ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ? ആയത്തുൽ മുനാഫിഖീന സലാസുൻ, ഒരു മുനാഫിഖിന്റെ അടയാളി അത് 3 എണ്ണമാണ് എന്നാ. എന്താ 3 എണ്ണം? ഒന്ന്, ഇദാ ഹദസ കദബ, സംസാരിക്കുമ്പോൾ കളവ് പറയും. വഇദാ വഅദ ഖലഫ, വാക്കർത്തം പാലിച്ചാൽ ലംഘിക്കും. വഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കും. നമ്മളിലുണ്ടോ മുനാഫിഖിന്റെ അടയാളം? നമ്മളിലുണ്ടോ എന്ന് ആലോചിക്കണം കേട്ടോ. ഒന്ന് സംസാരിക്കുമ്പോൾ കളവ് പറയാ ഉണ്ടോ സഹോദരന്മാരെ? പറ്റൂല.
ഒരിക്കലും കളവ് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റൂല. പ്രവാചകൻ എന്നോട് പറയേണ്ട ഒരിക്കലും ഒരു മുമ്പിനൊരു പക്ഷേ വ്യഭിചരിച്ചേക്കാം, ഒരു തിന്മകളൊക്കെ ചെയ്തേക്കാം, എന്നാലും എന്ത് ചെയ്യില്ല, ഒരിക്കലും ഒരു വിശ്വാസി ഒരിക്കലും കളവ് പറയൂല. ആ കളവ് നമ്മൾ ഒരിക്കലും പറയരുത്. മറ്റൊന്ന് വിശ്വസിച്ചാൽ ചതിക്കുക, വാക്കർത്ഥം പാലിച്ചാൽ ലംഘിക്കുക ഉണ്ടോ മുനാഫിക്കിന്റെ അടയാള. പറ്റൂല സഹോദരന്മാരെ, അവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കുമെന്ന് അള്ളാഹിന്റെ ഖുർആൻ നമ്മൾ പരിചയപ്പെടുത്തുക. അതുകൊണ്ട് ആ തിന്മ നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം ശ്രദ്ധിക്കണം. അതോടൊപ്പം മറ്റു നരകത്തിൽ നിന്നൊരു തിന്മയാണെന്ത്, യതീമിന്റെ മുതല് അന്യായമായി തിന്ന. നമ്മളിൽ ആരെങ്കിലും അത്തരം ഏരിയ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിച്ചോളി. യതീമിന്റെ മുതൽ അന്യായമായി തിന്നുന്നവർ അവർ ഇന്നമായി നരകമാണ് ഭക്ഷിക്കുന്നത്, അവരുടെ വരയിൽ നടക്കുന്നത് എന്ന് അള്ളാഹിന്റെ ഖുർആൻ പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഉണ്ടാവരുത്. അതോടൊപ്പം പ്രവാചകൻ പറയാണ് സിൻഫാനി മിൻ അഹ്ലിന്നാർ, സിൻഫാനി മിൻ അഹ്ലിന്നാർ, നരകത്തിലെ 2 വിഭാഗം ആളുകളുണ്ട്. അതിലൊരു വിഭാഗം പ്രവാചകൻ പറയാം, വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ ലാ യദ്ഖുലൂനൽ ജന്ന വലാ യജിദുൻ റീഹഹാ. വനിസാഉൻ, ചില സ്ത്രീകളാ. പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കാത്ത, സ്വർഗത്തിന്റെ മണം പോലും ലഭിക്കാത്ത ചില സ്ത്രീകൾ. അവരാരാണെന്നറിയുമോ? നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ച് വിവസ്ത്രരായ